പൗത്രത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ മാഷും വിക്രമും കൂടെ വേദയുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പം ശങ്കരനാണെങ്കിൽ മാഷിനെ വിളിച്ച് ഇരുത്തുന്നുണ്ട്. പത്മവും വന്ന് വിക്രത്തെ വിളിച്ച് അകത്തേക്ക് കയറ്റിയിരുത്തുന്നുണ്ട്. എന്താ മാഷെ വന്നേന്ന് ശങ്കരൻ ചോദിക്കുകയാണ്. നമുക്ക് രണ്ടുപേർക്കും കാര്യം എന്താണെന്നറിയാം, പിന്നെ ഇങ്ങനൊരു ചോദ്യം വേണോ ശങ്കര എന്ന് മാഷ് ചോദിക്കുന്നുണ്ട്. കുട്ടികൾക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മൾ മുതിർന്നവരല്ലേ എന്നും മാഷ് പറയാണ്. അപ്പം ശങ്കരൻ പറയാണ്, സ്വന്തമായി തീരുമാനം എടുത്തും അത് പ്രാവർത്തികമാക്കാനും കഴിവുണ്ടെന്ന് തെളിയിച്ച മക്കളെ ഇനി നമ്മൾ എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാണെന്ന് ചോദിക്കുകയാണ് ശങ്കരൻ. അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്ക് മാഷൊന്ന് മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ദീപ്തിയാണെങ്കിൽ ചായ ഇട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം ശങ്കരൻ പറയാണ്, എനിക്കാണെങ്കിൽ വേദയെടുത്ത് നിങ്ങൾ സംസാരിക്കുന്നുണ്ട് ഒരു വിരോധവും ഇല്ല. എനിക്ക് അവളിൽ നിന്ന് മനസ്സിലായത് അവൾ ഉറച്ച തീരുമാനമെടുത്തിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അവിടെയുള്ള ബന്ധങ്ങളെല്ലാം ഉപേക്ഷിച്ചാണ് ഇങ്ങോട്ട് പോകുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിക്കാം, കൂടെ വരുവാണെങ്കിൽ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യാം എന്ന് ശങ്കരൻ പറയുകയാണ്. അപ്പം മാഷ് പറയാണ്, എന്തായാലും എനിക്ക് വേദിയെടുത്തൊന്ന് സംസാരിക്കണം എന്ന് പറയുകയാണ്. പത്മ പറയാണ്, അതിനു മുമ്പ് അവർ തമ്മിലൊന്ന് സംസാരിക്കട്ടെ, അവർ തമ്മിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാറുന്നെങ്കിൽ മാറട്ടെ, അതിനുശേഷം മാഷ് സംസാരിച്ചാൽ പോരെ എന്ന് പത്മ ചോദിക്കുകയാണ്. മാഷ് പറയാണ്, അങ്ങനെ മതി, അവർ തമ്മിൽ സംസാരിച്ച് ആ പ്രശ്നങ്ങളൊക്കെ തീരുവാണെങ്കിൽ പിന്നെ ഞാൻ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് പറയാണ്. അപ്പം ദീപ്തി പറയാണ്, വേദേച്ചി മുകളിലുണ്ട് വിക്രമേട്ടൻ പോയി കണ്ടോളൂ എന്ന് പറയാണ്. അങ്ങനെ മാഷിനെ നോക്കുമ്പോൾ മാഷിനെ പോയി കാണാൻ പറയാണ്. അങ്ങനെ വിക്രം മുകളിലോട്ട് കയറി ചെല്ലുമ്പോൾ വേദ മുറിയിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. വേദയെ കാണുമ്പോൾ വിക്രത്തിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. വിക്രത്തിനെ കാണുമ്പോൾ വേദയ്ക്കും അതുപോലെ സന്തോഷമാവുന്നുണ്ട്. അതുപോലെ തന്നെ ഞെട്ടുകയും ചെയ്യുന്നുണ്ട്. കാരണം ഒരിക്കലും വേദ പ്രതീക്ഷിച്ചില്ല വിക്രം തന്നെ തിരക്കി അവിടം വരെ വീട് വരെ വരുമെന്ന് ഒരിക്കലും വേദ പ്രതീക്ഷിച്ചില്ല. അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. എന്നാൽ പെട്ടെന്ന് തന്നെ മുഖത്ത് ദേഷ്യം കാണിക്കുകയാണ് വേദ. വിക്രം അങ്ങോട്ട് വന്നിട്ടും വേദയൊന്നും മിണ്ടുന്നില്ല. അപ്പം വിക്രം പറയാണ്, അച്ഛന് വേദയെടുത്തൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാനും അച്ഛനും കൂടെ വന്നത്. അതിനു മുമ്പ് ഞാൻ വേദയോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് വിക്രം പറയുകയാണ് വേദയോട്. എന്താണ് പറയാനുള്ളതെന്ന് വേദ ചോദിക്കുകയാണ്. എന്നെ ഉപേക്ഷിച്ചിട്ട് പോരുന്നപ്പോഴാണ് എനിക്ക് എത്ര വലിയ പ്രാധാന്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ ഞാനും ശ്രീനിസാറും തമ്മിലുള്ള ബന്ധമാണ് നീ അങ്ങോട്ട് വരാൻ തടസ്സമായി കരുതുന്നതെങ്കിൽ ഞാൻ ഈ ഇലക്ഷനിലൂടെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഉപേക്ഷിക്കാൻ തയ്യാറായിരിക്കുകയാണ്. അത് ഞാൻ അച്ഛനോടും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ശ്രീനിസാറിനോട് വരെ പറഞ്ഞിട്ടുണ്ട്. ഭാര്യ പറഞ്ഞ ഒരാവശ്യം ഞാൻ കേട്ടില്ലെന്ന് വേണ്ട എന്ന് വിക്രം വേദയോട് പറയാണ്. അപ്പം വേദ പറയാണ്, ഭാര്യ ഭർത്തൃ ബന്ധം നിങ്ങൾ പറയല്ലേ, നമ്മൾ തമ്മിൽ ഇന്ന് വരെ ഭാര്യ ഭർത്താവായി ജീവിച്ചിട്ടില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആ ബന്ധത്തെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് ഒരു അവകാശവുമില്ലെന്ന് വേദ വിക്രത്തിനോട് പറയാണ്. ഇനി നിങ്ങളുടെ ഒരു വാക്കും വിശ്വസിക്കാൻ ഞാൻ തയ്യാറല്ല. ഇത്രയും നാൾ നിങ്ങൾ പറയുന്നതെല്ലാം കേട്ട് എന്നെങ്കിലും നിങ്ങൾ മാറുമെന്നുള്ളൊരു പ്രതീക്ഷയിലിരുന്നതാണ്. ഇനി ഞാൻ അത് വിശ്വസിക്കത്തില്ല. ഈ ഒരു ബന്ധം ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്നതും വലിയ കാര്യമില്ല എന്ന് വേദ പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വിക്രത്തിന് ഭയങ്കര വിഷമം വരികയാണ്. ഞാൻ മലയ്ക്ക് പോയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കണമെന്ന് നീയാണ് എന്നോട് പറഞ്ഞത് എന്ന് വിക്രം വിഷമത്തോടെ പറയുമ്പോൾ വേദ സങ്കടം ഒളിപ്പിച്ചുകൊണ്ട് ദേഷ്യത്തോടെ പറയുകയാണ്, ഇതാണ് ആ തീരുമാനം. നിങ്ങളും ഞാനും തമ്മിൽ ഇനി ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല, അതാണ് എൻ്റെ തീരുമാനം എന്ന് പറയുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് വിക്രത്തിന് ഭയങ്കര സങ്കടമുണ്ട്, കണ്ണൊക്കെ നിറയുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഇതിനെക്കുറിച്ച് പറയാൻ എൻ്റെ മുന്നിൽ വരല്ലേ എന്ന് വേദ തറപ്പിച്ചു പറയുകയാണ്. അപ്പോഴേ സങ്കടത്തോടെ വിക്രം തലയാട്ടുന്നുണ്ട്. ഇനി എൻ്റെ ഒരു ശല്യം നിനക്കുണ്ടാവത്തില്ല, ഞാൻ കാരണം നിനക്ക് ഒരു വിഷമവും ഉണ്ടാകത്തില്ല എന്നും പറഞ്ഞ് വിക്രം അങ്ങ് ഇറങ്ങിപ്പോവാണ്. അത് കാണുമ്പോഴത്തേക്ക് വേദയ്ക്ക് ഭയങ്കര സങ്കടത്തോടെ കരയുകയാണ്. അങ്ങനെ വിഷമിച്ച് അങ്ങോട്ട് ഇരിക്കുമ്പോഴാണ് മാഷ് കയറി വരുന്നത്. അപ്പം മാഷ് വന്നിട്ട് പറയാണ്, മോളുടെ തീരുമാനം അവൻ വന്നു പറഞ്ഞായിരുന്നു, എന്നാലും എനിക്ക് ചെറിയൊരു പ്രതീക്ഷയുണ്ട്. ഞാൻ വന്ന് നിന്നോട് സംസാരിക്കുമ്പം നിൻ്റെ തെറ്റിദ്ധാരണയൊക്കെ മാറുമെന്ന്, നീ വിശ്വസിക്കുമെന്ന്. അവൻ പറഞ്ഞതെല്ലാം ശരിയാണ്. അവൻ ശ്രീനിസാറുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. ഇനി അവനൊരു നല്ല ജീവിതം വേണം, അത് മോളുണ്ടെങ്കിലേ അത് മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് മാഷ് പറയുകയാണ്. വേദ സങ്കടത്തോടെ പറയാണ്, ഇല്ലച്ച, ഇനി ഞാനും വിക്രവും തമ്മിൽ ഒരു ബന്ധവുമില്ല. വിക്രത്തിൻ്റെ കൂടെ ജീവിക്കുന്ന കാര്യം ഞാൻ ചിന്തിക്കുന്നില്ല എന്ന് വേദ പറയാണ്. അപ്പോൾ മാഷു തിരിച്ചു ചോദിക്കുകയാണ്, എൻ്റെ മോനെ ഇവിടം വരെ നീ എന്തിനാ എത്തിച്ചത്? എൻ്റെ ജീവിതത്തിലെ തെറ്റുകളെല്ലാം അവൻ തിരുത്തി നല്ലൊരു ജീവിതം തുടങ്ങാൻ ആഗ്രഹിച്ചപ്പോൾ നീ അവനെ ഉപേക്ഷിച്ചു പോവുകയാണോ എന്ന് വേദയെടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ വേദ സങ്കടത്തോടെ മാഷിനോട് പറയാണ്, അച്ഛാ, എന്നോട് പൊറുക്കണം, ഈ ഒരു തീരുമാനം എനിക്കെടുക്കാതിരിക്കാൻ പറ്റത്തില്ല.
ഈ തീരുമാനം എടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ പലരുടെയും ജീവന് ആപത്ത് പറ്റും. അതുകൊണ്ട് എനിക്ക് ഇങ്ങനൊരു തീരുമാനം എടുത്തേ പറ്റൂ അച്ചു എന്നും പറഞ്ഞ് വേദ ഭയങ്കര സങ്കടത്തോടെ കരയുകയാണ്. അപ്പോൾ മാഷ് പറയാണ്, എനിക്കൊരു കാര്യം ഉറപ്പാ മോളെ, നീ എന്തായാലും അറിഞ്ഞുകൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുക്കത്തില്ല. എന്തോ ഒരു സാഹചര്യത്തിലാണ് നീ ഇങ്ങനൊരു തീരുമാനം എടുത്തത്, അതെനിക്ക് ഉറപ്പാണ്. അല്ലെങ്കിൽ നിനക്ക് വിക്രത്തെ ഉപേക്ഷിച്ച് പോകാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം. എന്നെങ്കിലും ആ ഒരു കാരണം ഞാൻ തിരിച്ചറിയും. ഞാൻ നിൻ്റെ അടുത്ത് വീണ്ടും എത്തും എന്നും പറഞ്ഞ് മാഷ് സങ്കടത്തോടെ ഇറങ്ങിപ്പോവുകയാണ്. മാഷ് പോകുന്ന കാണുമ്പോഴത്തേക്ക് വേദയ്ക്ക് സങ്കടത്തോടെ ഭയങ്കരമായിട്ട് കരയുകയാണ്. അങ്ങനെ വിക്രവും മാഷും സംസാരിച്ചിട്ട് വേദ വരുത്തില്ലെന്ന് അവർക്ക് ഉറപ്പായി. അങ്ങനെ അവർ പോവാൻ ഇറങ്ങുമ്പോഴത്തേക്ക് ശ്രീകാന്ത് എത്തുകയാണ്. ശ്രീകാന്ത് ഇവരെ കണ്ട ഉടനെ ദേഷ്യമാവുകയാണ്. ശ്രീകാന്ത് ചോദിക്കുകയാണ്, നിങ്ങളെന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്തിനാ അവളുടെ മനസ്സ് മാറ്റി തിരിച്ചു കൊണ്ടുപോകാനാണോ ഇങ്ങോട്ട് വന്നേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ശങ്കരൻ പറയാണ്, നീ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിലും സംസാരിക്കണ്ട എന്ന് പറയാണ്. അപ്പം ശ്രീകാന്ത് പറയാണ്, എന്തിനാച്ചാ ഇവരെ ഇങ്ങോട്ട് കയറ്റിയത്? വേദയ്ക്ക് അത് ഇഷ്ടമല്ലല്ലോ, പിന്നെ എന്തിനാ ഇവരെ ഇങ്ങോട്ട് കയറ്റിയതെന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ശ്രീകാന്ത് വന്ന് വിക്രത്തിനോട് പതുക്കെ പറയാണ്, നീ എന്ത് അടവെടുത്താലും വേദയെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റുമെന്ന് നീ വിചാരിക്കണ്ട. അവൾ നിന്നെയും നിൻ്റെ വീട്ടുകാരെ ഉപേക്ഷിച്ച് തന്നെയാണ് വന്നിരിക്കുന്നത് എന്ന് ശ്രീകാന്ത് വന്ന് വിക്രത്തിനോട് പറയുകയാണ്. അങ്ങനെ മാഷും വിക്രവും കൂടെ അവിടുന്ന് വിഷമത്തോടെ ഇറങ്ങുകയാണ്. വേദ ഇനി ഒരിക്കലും അങ്ങോട്ട് വരത്തില്ല എന്നൊരു വിശ്വാസത്തിലാണ് വിക്രം പോകുന്നത്. പക്ഷേ മാഷിന് മനസ്സിലായി എന്തോ ഒരു കാരണം ഇതിന് പിന്നിലുണ്ട്, അത് കണ്ടുപിടിക്കണം എന്ന് മാഷും വിചാരിക്കുന്നുണ്ട്. അങ്ങനെ വിക്രമും മാഷും അവിടുന്ന് പോവുകയാണ്. ആരോടും ഒന്നും പറയാൻ പറ്റാതെ വേദ സങ്കടത്തോടെ കരയുകയാണ്.